ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഒന്ന് ഹാർഡ് ഡിസ്ക് അതുപോലെ തന്നെ റാമിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഭാഗമായ പ്രോസസ്സറിനെ കുറിച്ചാണ്, മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് മൈക്രോ പ്രോസസ്സർ. അതായത് പേര് പോലെ തന്നെ പ്രോസസ്സർ എന്നാണ്. നമ്മൾ എന്ത് ജോലി കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ജോലി ചെയ്യുന്ന ആൾ ഇദ്ദേഹമാണ്. അപ്പോൾ ഇത് പുലിയല്ല, പുപ്പുലിയാണെന്നർത്ഥം. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ, ഹാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ, മെയിൻ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പാർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഈ മൈക്രോ പ്രോസസ്സർ രണ്ട് കമ്പനികളാണ് പ്രധാനമായും ഇറക്കുന്നത്. ഒന്ന് ഇന്റലാണ്, ഇന്റൽ എന്ന കമ്പനി ഇറക്കുന്നുണ്ട്. മറ്റൊരു കമ്പനി AMD ആണ്. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാൻ നമ്മോട് ചോദിക്കും, നിങ്ങളുടെ ആവശ്യം എന്താണ്, ഏത് സിസ്റ്റമാണ്, അതായത് ഏത് പ്രോസസ്സറാണ് നിങ്ങൾക്ക് വേണ്ടത്, AMD പ്രോസസ്സർ വേണോ, ഇന്റലിൻ്റെ പ്രോസസ്സർ വേണോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇന്റലിൻ്റെ പ്രോസസ്സർ കാണാൻ കഴിയും. ഇന്റൽ എന്ന എഴുതിയ പ്രോസസ്സറാണ്. രണ്ടും രണ്ട് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഉദാഹരണം പറയുകയാണ്, നമുക്ക് വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്റലിൻ്റെ സെൽറോൺ പ്രോസസ്സറിനെ നമുക്ക് ധാരാളം മതിയോ വീട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേസമയം നമ്മൾ ഒരു ഓഫീസിലേക്കാണ് സിസ്റ്റം വാങ്ങുന്നത്, മാത്രമല്ല അതിൽ തന്നെ നമുക്ക് വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഓഫീസാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഓട്ടോകാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ വേണ്ടി വരും. ഓട്ടോകാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, നല്ല സ്പീഡിലുള്ള സിസ്റ്റം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നല്ല സ്പീഡിലുള്ള മൈക്രോ പ്രോസസ്സർ നമ്മൾ ചൂസ് ചെയ്യണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓട്ടോകാഡ് അതുപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ 3D സ്റ്റുഡിയോ, 3D മാക്സ് അത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ബോർഡും അതുപോലെ പ്രോസസ്സറൊക്കെ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് AMD ബോർഡ് പ്രോസസ്സർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൽ വളരെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടി ഗ്രാഫിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് AMD ബോർഡ് പ്രോസസ്സറുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇന്റലും ഒട്ടും പിന്നിലല്ല. ഈ രണ്ട് കമ്പനികളാണ് പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് പ്രോസസ്സർ എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ പ്രോസസ്സറിലേക്ക് നോക്കൂ. ഇതിൽ ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടോ, ഏകദേശം 300-ലധികം ലെഗുകൾ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ കുറേ കാലുകൾ കണ്ടില്ലേ. ഇത് നമ്മൾ എണ്ണുകയാണെങ്കിൽ ഏകദേശം 300-ത്തിൽ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹമാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ജോലി നമ്മൾ കൊടുത്താലും എന്ത് വർക്ക് ചെയ്യുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് തരുന്നത്, വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അതായത് അതുകൊണ്ടാണ് ആ പേര് തന്നെ പ്രോസസ്സർ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് തരുന്ന ആൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾ. അപ്പം കമ്പ്യൂട്ടറിൻ്റെ പുപ്പുലി പുള്ളിപ്പുലി എന്നൊക്കെ പറയുന്ന ആൾ ഇദ്ദേഹമാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റാമിൻ്റെ സ്പീഡ്, ഇതൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡുമായി വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ ഈ പ്രോസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കമ്പനികളുള്ളത്, AMD ഇന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രോസസ്സർ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ സ്പീഡ് ചോദിക്കണം. കമ്പനി മാത്രമല്ല, എത്രയാണ് ഇതിൻ്റെ സ്പീഡ്, എത്ര ജിഗാഹെർട്സ് ആണ്. ആ ജിഗാഹെർട്സ് എത്രത്തോളം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ റാമും കൂടുതൽ GB അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടും എന്നർത്ഥം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മുമ്പ് ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ ഒരു പഴയ മദർ ബോർഡാണ്. അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ സ്ഥാനം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഈ മൈക്രോ പ്രോസസ്സർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് അതിപ്പോൾ ഇങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ അത് ഊരിപ്പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇത് പ്രോസസ്സറോടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊന്ന് ലോക്ക് ചെയ്യാണ്. ഇനി ഇതെന്ത് കാട്ടിയത് ഊരിപ്പോരില്ല, അതോടെ ടൈറ്റ് ആയി നിന്നു കണ്ടോ. അപ്പോൾ ഇവിടെയാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ സ്ഥാനം ഈ ബോർഡിലുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഫുൾ ടൈം ഇപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും എന്ത് ജോലി ചെയ്യണമെങ്കിൽ നമ്മളെ ഹാർട്ട് വർക്ക് തലച്ചോറൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കമ്പ്യൂട്ടർ പ്രവർത്തനം തുടങ്ങി നമ്മുടെ മൈക്രോ പ്രോസസ്സറാണ് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും. ഇപ്പോൾ ചില കമ്പ്യൂട്ടറുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 10 മണിക്കോ 9 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്ക് ക്ലോസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് നമ്മൾ പോരുക. പക്ഷേ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് അങ്ങനെയുള്ള ഗൂഗിൾ ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ വലിയ വലിയ കമ്പനി ബാങ്കിൻ്റെ സെർവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സെർവർ ഒന്നും ഓഫ് ആക്കുന്ന പരിപാടിയല്ല, പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം 24 hours കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ATM നിങ്ങൾക്ക് ATM കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർക്ക് എന്താണ് ഓണായി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണമില്ലാതെ അങ്ങനെ വർക്ക് ചെയ്തു. അത് ഹീറ്റായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ജോലി ചെയ്യുന്ന ആളെ അഥവാ ഈ പ്രോസസ്സർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 24 hours. അപ്പോൾ ഇദ്ദേഹത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, ഇതിന് കമ്പനി തന്നെ ഇതിനൊരു ടെക്നോളജി ഇറക്കിയതാണ്. ഈ പ്രോസസ്സറിൻ്റെ മുകളിൽ ഒരു ഫാൻ സെറ്റ് ചെയ്യും, ഒരു കൂളിംഗ് ഫാൻ. അതായത് നമ്മുടെ പ്രോസസ്സറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്യും. അതേപോലെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ ഫാൻ അല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ബോർഡ് മൊത്തം ഫാൻ തൽക്കാലം തന്നെയാണ്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനീൻ്റെ തന്നെയാണ്. ഇത് വേറൊരു ബോർഡിൻ്റെ ആണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഏകദേശം വരിക. അതായത് പ്രോസസ്സറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫാൻ നമ്മൾ സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫാനും വർക്ക് ചെയ്യും. അപ്പോൾ പ്രോസസ്സറിനെ 24 hours തണുപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രോസസ്സർ ഹീറ്റ് ആവില്ല. അങ്ങനെ ഹീറ്റ് ആവാത്തത് കൊണ്ട് സിസ്റ്റം ഒരിക്കലും ഹാങ് ആയ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രോസസ്സർ ക്ഷീണമില്ലാതെ വളരെ കൂളായിട്ട് വർക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ടെക്നോളജി, അത്രേ ഉള്ളൂ. അതാണ് കമ്പ്യൂട്ടർ 24 hours ഓണാക്കി വെച്ചാലും കമ്പ്യൂട്ടർ എന്താ അങ്ങനെ ചൂടായി കമ്പ്യൂട്ടർ ഒന്നും സംഭവിക്കാത്തതിൻ്റെ കാര്യം അതാണ്. ഈ ഫാന് 24 hours നമ്മുടെ പ്രോസസ്സറിനെ, നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായ പ്രോസസ്സറിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ ക്ലാസ്സോട് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മൈക്രോ പ്രോസസ്സർ, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.